മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ ഏറ്റവും കൂടുതൽ ക്ഷമിക്കുകയും മൗനം പാലിക്കുകയും ചെയ്തവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. സ്നേഹിക്കുന്നവർക്കു വേണ്ടി ആഗ്രഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും മധുരമുള്ള നിമിഷങ്ങൾ. ഭക്തരെ, സങ്കടങ്ങൾ പങ്കുവയ്ക്കാനും സ്വീകരിക്കാനും ആരും കാണില്ല. അതിനാൽ ദുഃഖത്തിൽ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നവരെ ഒരിക്കലും കൈവിടാതിരിക്കുക. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റുകളും പരാജയങ്ങളും സംഭവിച്ചവരിൽ ഭൂരിഭാഗവും മറ്റുള്ളവരെ അന്ധമായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവരാണ്. സത്യസന്ധത വളരെ ചിലവേറിയ സമ്മാനമാണ്. വില കുറഞ്ഞ ആളുകളിൽ നിന്ന് അത് പ്രതീക്ഷിക്കരുത്. ഭക്തരെ, ക്ഷമയാണ് ജീവിതത്തെ വിജയത്തിൽ എത്തിക്കുന്നത്. മടിയാണ് ജീവിതത്തെ ദാരിദ്ര്യത്തിൽ ആക്കുന്നത്. അമിതമായ വികാരമാണ് മനുഷ്യനെ ഭ്രാന്തിൽ എത്തിക്കുന്നത്. അമിതമായ ആഗ്രഹമാണ് മനുഷ്യനെ ദുഃഖത്തിൽ ആക്കുന്നത്. മനുഷ്യർക്ക് ചില സമയങ്ങളിൽ ഉപദേശങ്ങളെക്കാൾ ആവശ്യം അവരെ മനസ്സിലാക്കുകയും ക്ഷമയോടെ അവരെ കേൾക്കുകയും ചെയ്യുന്ന ഒരാളിനെയായിരിക്കും. ഭക്തരെ, കുടുംബജീവിതം നന്നായി പോകണമെങ്കിൽ പരസ്പര സഹകരണവും വിട്ടുവീഴ്ചയും ചെയ്യേണ്ടതുണ്ട്. ഉത്തരവാദിത്തങ്ങൾ ഒരാളുടെ തലയിൽ മാത്രം കെട്ടിവെച്ചാൽ അത് കുറ്റപ്പെടുത്തലിന് കാരണമാകും. നിങ്ങളുടെ ജീവിതം വളരെ ചെറുതാണ്. അത് സങ്കടത്തോടെ ഉണരുവാൻ ഉള്ളതല്ല. നിങ്ങളെ ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, അല്ലാത്തവരെ മറക്കുക. എല്ലാം സംഭവിക്കാൻ തീർച്ചയായും ഒരു കാരണമുണ്ടാകും. ഭക്തരെ, നിങ്ങൾക്ക് ഉള്ളതിനെക്കുറിച്ച് അഹങ്കരിക്കുകയും മറ്റുള്ളവർക്ക് ഉള്ളതിനെക്കുറിച്ച് അസൂയപ്പെടുകയും ചെയ്യുന്നത് മൂലം നശിക്കുന്നത് നിങ്ങളുടെ മനസ്സമാധാനം തന്നെയാണ്. ഒന്നും പറയാതെ മനസ്സിലാക്കുന്നവരുമുണ്ട്. എല്ലാം പറഞ്ഞിട്ടും മനസ്സിലാക്കാത്തവരുമുണ്ട്. നിങ്ങൾക്കു ചെയ്യാൻ കഴിയാത്തതൊന്നും ദൈവം നിങ്ങളെ ഏൽപ്പിക്കില്ല എന്ന വിശ്വാസത്തോടെ പ്രവർത്തിക്കുക. മനസ്സ് വല്ലാതെ തളർന്നിരിക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ വാക്ക്, ഒരു നോട്ടം അല്ലെങ്കിൽ പുഞ്ചിരി മതി എല്ലാം മറക്കാൻ. ഭക്തരെല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.